വെരി ഗുഡ്, വെരി ഗുഡ്. ഐ കൺഗ്രാജുലേറ്റ് യു. മറ്റു വിശേഷമൊന്നുമില്ലല്ലോ? നിങ്ങൾ ആരെയും ഇപ്പൊ ഇങ്ങോട്ട് അയക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. ഏതായാലും വന്ന സ്ഥിതിക്ക് ഇതൊന്ന് ശ്രദ്ധിക്കും. ഇതാണ് ലോറികൾ കടന്നു പോകുന്ന ഒരേ ഒരു റോഡ്. ഇതിലെ കടന്നു പോകുന്ന എല്ലാ ലോറി ഡ്രൈവർമാരുടെ ലൈസൻസുകളും അവരുടെ പെർമിറ്റുകളും ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. മനസ്സിലായോ? എല്ലാറ്റിനും പെർമിറ്റുകളുണ്ട് സാർ. കള്ളക്കടത്ത് സാധനങ്ങളൊന്നുമില്ല. ലൈസൻസിലൊക്കെ ചെക്ക് ചെയ്തു? ചെക്ക് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ഇനി ലാറികളെല്ലാം കൊണ്ടുപോയിക്കൊള്ളാൻ പറയൂ. നിങ്ങൾ പൊയ്ക്കുള്ളൂ, വേഗം വേഗം. നിങ്ങളെല്ലാം ക്യാമ്പിലേക്ക് പോയിക്കൊള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത പെർമിറ്റുകൾ മിക്കതും വ്യാജ നിർമ്മിതമാണ്. എല്ലാരും പെർമിറ്റ് കൊണ്ടുവരൂ. സ്റ്റേഷനിലൊന്ന് വാങ്ങിച്ചോളൂ. അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അങ്ങേപ്പോലെ മഹാബുദ്ധിമാനായ ഒരു ഓഫീസർ
ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് കുരുക്കിൽ ചാടാം. ചേച്ചി മോശമായി പോയി. 1 minute. തുറന്നു നോക്കൂ. ഈ ഉണ്ടയില്ലാത്ത തോക്കുകൊണ്ട് എന്നെ കൊല്ലാൻ സാധിക്കില്ലെന്ന് മനസ്സിലായില്ലേ? ഓ, കരുതലോടെയാണല്ലോ. ആ, ആവശ്യത്തിനുള്ള കരുതലെല്ലാം ഉണ്ടായിരിക്കും. എപ്പോഴും വേണം. ഓക്കെ, ബൈ. ബൈ. ഇവനിതിന് വല്ല ആവശ്യമുള്ള കാര്യമാണോ? സർക്കാർ കാര്യത്തിൽ ഇടപെടാൻ ഇവനാര്? ഇത് മറ്റൊന്നുമല്ലടാ പരമാ, അഹങ്കാരം. അത് ശരിയാ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ രക്ഷിച്ചതാണ് പോലും. ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ സർക്കാരുണ്ട്. ഇവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആർക്കാ നഷ്ടം? എനിക്കാ, സർക്കാരിനല്ല. അവൻ നന്നാകത്തിലടാ. പട്ടിയുടെ വാല് 10 വർഷം കുഴലിലിട്ടാൽ എന്താ? കുഴല് വളഞ്ഞു പോവേ. നമസ്തേ. നമസ്കാരം, ഇരിക്കൂ. ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥനാണ്. പേര് ബൽറാം. നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല, അതിന് സൗകര്യപ്പെട്ടിട്ടില്ല. മിസ്റ്റർ രവി ഇവിടെ ഉണ്ടോ? അവനുണ്ടോടാ ഇവിടെ? ഇല്ലേ, 3-4 ദിവസമായി ഇവിടെ വന്നിട്ട്. ലോറികളിൽ നിന്നും പിടിച്ചെടുത്ത പെർമിറ്റുകൾ മിസ്റ്റർ രവിയുടെ കയ്യിലായിപ്പോയി. അത് വാങ്ങാൻ വന്നതാണ്. കണ്ടോ കണ്ടോ, ഇതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് എന്ത് ബുദ്ധിമുട്ടായി? അവൻ വരുമ്പോ ഞാൻ പറയാം. അനന്തരവന് എന്താ ജോലി? എന്റെ അനിയ, ഈ ചോദ്യം ഞാൻ അവനോട് ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പറയുന്നത് കൊണ്ട് വിഷമം തോന്നരുത്. അനന്തരവനെ പറ്റി നല്ല റിപ്പോർട്ടല്ല ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. എന്നുവെച്ചാൽ വിശദീകരിക്കാൻ വിഷമമുണ്ട്. എന്റെ പരദേവരെ ചതിച്ചോ? എന്റെ കുടുംബത്തിന്റെ അഭിമാനം അവൻ കളഞ്ഞു കുളിക്കും. എന്താ വിടാനാവോ? മാറി എവിടേക്ക്? നീ അപ്പുറത്ത് പോ. നല്ല മുട്ടയാണ് സാറേ. 2 ദിവസം എടുക്കട്ടാ? അതെന്റെ മകളാണ്. ഓഹോ, നമസ്തേ. എന്നാൽ ഞാൻ വരട്ടെ. ആ, ആവട്ടെ.
സുന്ദരേശൻ വിളിച്ചോ? ആ സുന്ദരേശന്റെ വിളിയാ കേൾക്കുന്നേ. പട്ടി, ഈ കത്തി കൊണ്ടല്ലേ നീ എന്റെ ഭർത്താവിനെ കൊന്നത്? നിനക്ക് ഓർമ്മയുണ്ടോ? ഈ കത്തി കൊണ്ട് തന്നെ നീ ചാകണം. എന്താ സാറേ, ഇവൻ ആരാണെന്നറിയാമോ? ആ കാട്ടുകള്ളന്റെ ഏജന്റാണ് സാറേ. സർക്കാർ ശമ്പളത്തിൽ ഓഫീസർമാരെ ഡ്രൈവറായിരുന്നുകൊണ്ട് എത്ര ജീവൻ നശിപ്പിച്ചാലാണെന്നോ? ഇവന്മാരുടെ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കാത്തത് കൊണ്ട് സാറിനെ പോലെ ഇവിടെ വന്ന് എന്റെ ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് എന്നെ ബലാത്കാരം ചെയ്തു. അവസാനം ഈ ദുഷ്ടൻ ഈ കത്തി കൊണ്ട് തന്നെ എന്റെ ഭർത്താവിനെ കൊന്നു. ഞാൻ ഇത്രയും കാലം ഈ കത്തിയും കൊണ്ട് കാത്തിരുന്നത് ഈ സമയത്തിന് വേണ്ടിയായിരുന്നു. എന്റെ പൊന്നു സാർ, എന്നെ ഞാൻ പറയുന്നത് കേൾക്കൂ, നിർത്തൂ. നിങ്ങളുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവനെ കൊല്ലുന്നത് ബുദ്ധിയല്ല. ആ കാട്ടുകളനെ പിടിക്കാനും മറ്റു പല രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാനും ഇവൻ ജീവിച്ചിരുന്നേ പറ്റൂ. നിയമം കൊലയാളികളെ വെറുതെ വിടൂല്ല. ഇവനെ എന്നെ ഏൽപ്പിക്കൂ. ഇവനെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. സൂക്ഷിക്കണം. ശരി സാർ. വരൂ. കേമ, നീ അതിനാണ് സാറ് സംസാരിക്കുമ്പോ എത്തി ഒളിഞ്ഞും നടന്നത്. നീ ആള് മോശമല്ലല്ലോടാ. അവനെ ഉപദ്രവിക്കാതെ. എടാ സുന്ദരവദനെ, സുന്ദരേശ, നീ കിട്ടുള്ളേറ്റിന്റെ നടയിടി കൊണ്ടിട്ടുണ്ടോടാ? അല്ലെങ്കിൽ വേണ്ട, ഇവനെ അകത്ത് കൊണ്ടുപോയി ഉരുട്ടിക്കളയാ. അണ്ണാ, ഇവൻ എങ്ങനെ കൊണ്ടുപോകും? നടത്തിക്കൊണ്ടുപോകാൻ പാടില്ല. ദേഹം മുഴുവൻ ഹേമദണ്ണമാണ്, സ്ത്രീ ഹേമദണ്ണം. ഇവനെ കെട്ടിയെടുക്കാം. വിരിച്ചു. ഇനി ഞങ്ങൾ പോയിക്കോളാം, നിങ്ങൾ പോയിക്കോ. കെട്ടവനെ പിടി 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 പിടി. കാലമാടാ. എന്താ ഇത്? നിനക്കെന്ത് പറ്റി? സത്യത്തിൽ നീ ആര്?
ഇല്ല, ഞാനൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ നിന്നെ ഉപദ്രവിച്ചതാരെ? സാർ, സാറിന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ സാറിന്റെ മുമ്പിൽ വന്നുപോയി. പല കാരണങ്ങളും പറഞ്ഞാണ് എന്നെ ഇങ്ങനെ തല്ലിയത്. സാർ, എനിക്ക് മാപ്പ് തരണം.